നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തായി മായമേ? അവര് പരാതി എഴുതി വാങ്ങിച്ചു, അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, മായമ ഇവിടെ ഇരിക്കും. ഈശ്വര, എന്റെ കുഞ്ഞ് ഇവിടെ പോയി. ഈ കാർത്തിയേട്ടൻ ഇത് എവിടെയാ? ഒരു അത്യാവശ്യത്തിന് വിളിച്ച ഫോണും എടുക്കില്ലല്ലോ. സാറിന്റെ മിസ്സസ് കുറെ നേരമായിട്ട് വിളിക്കുന്നല്ലോ. എടുത്ത് കാര്യം പറഞ്ഞേക്കാം. മാഡം, ACP സാർ മീറ്റിംഗിലാണ്. മീറ്റിംഗ് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കാൻ പറയാം. ശരി, താങ്ക് യു. ശരി മാഡം. ഇനി എന്ത് ചെയ്യും? അച്ഛനോട് പറയാം. അച്ഛാ, എന്താ മോളെ? അച്ഛാ, നമ്മുടെ മായ ചേച്ചിയുടെ മോള് ഇത്രയും നേരിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. സ്കൂളിൽ നിന്ന് വന്നിട്ടില്ലെന്നോ? നേരം സന്ധ്യയായല്ലോ. ആ കൊച്ചു മിസ്സിങ്ങാ. ഞാൻ കാർത്തിയേട്ടനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. മായ ചേച്ചി ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടു. അവരാകെ ടെൻസ്ഡാ. ആരും ഇല്ലാത്തവരല്ലേ. അച്ഛനാ സ്റ്റേഷൻ വരെ ഒന്ന് ചെല്ലാവോ? പിന്നെന്താ, അവരൊരു പാവാ. ഞാൻ ചെല്ലാം. അവര് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ പോയിരിക്കുന്നത്? അതെ. ഈശ്വര, ഈശ്വര, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. മായമേ, എന്തായി മായമേ? അവര് പരാതി എഴുതി വാങ്ങിച്ചു, അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, മായമ ഇവിടെ ഇരിക്കും. ഈശ്വര, എന്റെ കുഞ്ഞ് ഇവിടെ പോയി. ആ കേസിന്റെ കാര്യം വല്ലതായോ? ഹായ് സർ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സാറേ, ഇത് ACP കാർത്തിക് സാറിന്റെ അമ്മാവനാ. പിന്നെ എനിക്കറിയില്ലേ, ജയരാമൻ. അല്ല, പ്രത്യേകിച്ച് എന്താ ഈ വഴിയൊക്കെ? ഞാൻ ആ മായമ്മയുടെ കുട്ടിയുടെ കാര്യം അന്വേഷിക്കാൻ വന്നാ സാറേ. ആ, മായമ്മ ഞങ്ങളുടെ വീട്ടിലെ സെർവന്റ് ആണ്. ഞങ്ങളും ആ കാര്യം തന്നെ പറഞ്ഞോണ്ടിരുന്നത്. മണി 6:30 ആവുന്നേ ഉള്ളൂ. കുട്ടി ഇങ്ങ് വരുമെന്നേ. വല്ല സ്പെഷ്യൽ ക്ലാസ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിലോ പോയിട്ടുണ്ടാവും. അല്ലാതെ എവിടെ പോവാനാ? ഏതായാലും എല്ലായിടത്തും മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഈ സെന്റ് മേരീസിന്റെ നമ്പർ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് തപ്പിയെടുക്കാം. അവിടുത്തെ വാച്ച്മാന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഞാനിപ്പോ കളക്ട് ചെയ്തതാ. അതേതായാലും നന്നായി. അയാളൊന്ന് വിളിച്ചു നോക്കിയേ. ഹലോ. ഞാൻ അവിടുത്തെ ഒരു സ്റ്റുഡന്റിന്റെ പേരന്റാ. പറയൂ. അവിടെ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന നന്ദൻ എന്നൊരു പെൺകുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിൽ തിരിച്ചു വന്നിട്ടില്ല. സ്കൂൾ ബസ്സിലാണോ കുട്ടി പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്? അല്ല, സ്കൂൾ അടച്ചല്ലോ. കുട്ടികളെ കൊണ്ടുപോയ ബസ് തിരികെ വരികയും ചെയ്തല്ലോ. ഇവിടെ കുട്ടിയെ കാണാൻ ഒരു സാധ്യതയുമില്ല. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ. കുട്ടിയെ കണ്ടെത്തിയാൽ ഈ നമ്പറിലൊന്ന് വിളിച്ചു പറയൂ. തീർച്ചയായും. സ്കൂൾ അടച്ചു എങ്കിലും അവരവിടേക്കൊന്ന് തിരക്കാന്ന് പറഞ്ഞു. ഒരുപക്ഷെ കുട്ടി സ്കൂൾ പരിസരത്തോ അവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഞങ്ങളൊന്ന് സ്കൂളിലേക്ക് പോവുക. സ്കൂളിലും പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. മായമ്മ സമാധാനമായിട്ട് പൊക്കോ. കുട്ടിക്കൊന്നും വരില്ല. അവളൊരു പക്ഷേ ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ കാണും. നിങ്ങൾ ചെന്ന് അയൽപക്കത്തെ വീടുകളിലൊക്കെ ഒന്ന് അന്വേഷിക്കുക. അതെ, ഞങ്ങളും തിരക്കാം. കുട്ടിയെ കണ്ടെത്തിയില്ല ഉടനെ ആ വിവരം ഞങ്ങളെ വിളിച്ചെന്ന് അറിയിക്കണേ. ശരി സർ. മായമ്മേൻ്റെ കാറിൽ വാ, ഞാൻ നിങ്ങളെ വീട്ടിൽ വിടാം.
ആ, അതെ, ആരെങ്കിലും രണ്ടുപേരും എന്റെ കൂടെ വാ. നമുക്ക് ആ സെന്റ് മേരീസിലൊന്ന് അന്വേഷിക്കാം. ഇനിയിപ്പോ അന്വേഷിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. വാ. ഫോളോ വിഷമിക്കാതെ, മോളിങ് വരും. എന്നാലും സാറേ, മോൾ ഈ നേരം വരെ പോലീസും അന്വേഷിക്കുന്നില്ലേ? കുട്ടി അവര് കണ്ടെത്തും. വെള്ളം വേണോ? വേണ്ട സാറേ. അല്ല, ഇത്തിരി വെള്ളം കുടിക്കേ. ഇയാൾ സ്റ്റേഷനിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷയില്ല. എന്തായാലും കാര്യങ്ങൾ കുറെ കൂടെ എളുപ്പമായി. ഇതൊക്കെ പറ, ഇവിടെ കേൾക്കും. സാറേ, ദാ അവിടെ നിർത്തിയാൽ മതി. അതിന്റെ അടുത്താ എന്റെ വീട്. നിർത്താം. അമ്മ വന്നാ ഉടൻ തന്നെ എന്നെ വിളിച്ച് പറയണം. പറയാം സർ. ആ, ഫോളോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.